അദ്ദേഹം ഇവിടെ 10 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം MLA ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് CPM പ്രവർത്തകരും അണികളും അനുഭാവികളുമായിട്ടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ മിക്കതും LDFന് ലഭിക്കേണ്ട വോട്ടുകളാണ്, അല്ലെങ്കിൽ ആ ചേരിയിൽ നിന്നും ശ്രേണിയിൽ നിന്നും ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് BJP ഉണ്ടാകുന്നില്ല? അത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ് എന്നാണല്ലോ ഇടതുപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ പണിയും കൂടി ഇടതുപക്ഷം എടുക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയത്തിനൊപ്പം BJPയും ഒപ്പം ചേർന്നുകൊണ്ട് സംഘീപ്രവർത്തനം നടത്തുന്നതാണ് അതിന് കാരണം. അടുത്ത ഫൈനലിൽ വളരെ ഒരു മിനിമം 100 സീറ്റോട് കൂടി UDF അധികാരത്തിൽ. അതൊരു ചരിത്രമായിരിക്കും, ഒരു ചരിത്ര വിജയം. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ളൊരു ട്രെൻഡ് നിലമ്പൂരിലെ ജനങ്ങൾ ഷൗക്കത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഈ അൻവർ എന്നുള്ള ഫാക്ടർ നിലമ്പൂർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചത് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. പിന്നെ UDF അദ്ദേഹത്തെ ഭയങ്കരമായി ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും ജനങ്ങൾ തൻ്റെ ഒപ്പം നിൽക്കുന്നുള്ള ഭയങ്കരമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ? അല്ല, ഇവിടെ അൻവറിനെ കൂടെ ചേർത്ത് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഐക്യജനാധിപത്യ മുന്നണി നടത്തിയെങ്കിലും നമ്മുടെ ഒരു രാഷ്ട്രീയ യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള സമീപനങ്ങളും പെരുമാറ്റങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് നടക്കാതെ പോയത്. അദ്ദേഹം ഇവിടെ 10 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷം MLA ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് CPM പ്രവർത്തകരും അണികളും അനുഭാവികളുമായിട്ടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ മിക്കതും LDFന് ലഭിക്കേണ്ട വോട്ടുകളാണ്, അല്ലെങ്കിൽ ആ ചേരിയിൽ നിന്നും ശ്രേണിയിൽ നിന്നും ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ജനങ്ങളത് ആ അടിച്ചേൽപ്പിച്ച ആൾക്ക് മറുപടി എന്തായിരിക്കും കൊടുക്കാൻ പോവുക? ജനങ്ങൾ അടിച്ചേൽപ്പിച്ച ആളെയും അതിന് കാരണക്കാരായ CPMനെയും ഈ മണ്ഡലത്തിൽ തൂത്തെറിയപ്പെടുകയും അതിന് നിമിത്തമായിട്ട് ഇവിടെ ജനവിധി തേടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാനുള്ള അവരുടെ ജനവികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നിലമ്പൂരിലെ ആളുകൾ പറയുന്നൊരു കാരണം CPMനെ കുറിച്ച് പറയുന്നൊരു സംഭവമാണ്. അത് BJPയും ഇവരും രണ്ടല്ല എന്നൊരു നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചായിരുന്നു. അത് BJPയുടെ തന്നെ ഒരു അനുഭാവ സംഘടന പോലെ CPMനെ കാണുന്നൊരു സമീപനം നിലമ്പൂരിലെ ചിലരിൽ കണ്ടു. ഇത്രത്തോളം ഒരു രാഷ്ട്രീയ ബോധ്യം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP വേറെ രീതിയിലാണ്. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് BJP ഉണ്ടാകുന്നില്ല? അത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ് എന്നാണല്ലോ ഇടതുപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ പണിയും കൂടി ഇടതുപക്ഷം എടുക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയത്തിനൊപ്പം BJPയും ഒപ്പം ചേർന്നുകൊണ്ട് സംഘീപ്രവർത്തനം നടത്തുന്നതാണ് അതിന് കാരണം. ഇനി 3ാം വട്ടം ഒരു പിണറായി വിജയൻ സർക്കാരിനെ വരാനായിട്ട് കോൺഗ്രസ് അനുവദിക്കുമോ? കോൺഗ്രസും UDFും അനുവദിക്കില്ല. കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് UDF, ഒന്ന് LDF, ഒന്ന് NDA. NDA എന്ന് പറയുന്നത് വളരെ 3ാം സ്ഥാനത്തുള്ളതാണ്. പിന്നെ UDFും LDFും എന്നതിൽ LDFന് 2 തവണ അധികാരം കിട്ടിയതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇനി എക്കാലത്തും ഇടതുപക്ഷം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആര്യടൻ ഷൗക്കത്ത്, നിങ്ങളുടെയൊക്കെ ബാപ്പുട്ടിക്ക, അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അദ്ദേഹം എത്ര വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ളൊരു പ്രവചനമുണ്ടോ? അദ്ദേഹം ഒരു 5 അക്കത്തിൽ കുറയാത്ത വോട്ടിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകർ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഗ്രൗണ്ട് തലത്തിലെ അടിസ്ഥാനപരമായിട്ട് എല്ലാ ബൂത്തുകളിലും ഈ നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രവർത്തകന്മാർ UDFന് വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിയെടുക്കുന്നു. പുറമേ നിന്ന് വരുന്ന പ്രവർത്തകന്മാർ അതിനാവശ്യമായ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖചിത്രമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരുന്നത് അല്ലേ? നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിന് പുറമെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായപ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത മനുഷ്യരാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ. ഈ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണോ ഇത് എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെമി ഫൈനലാണ് എന്നാണ്.
അത് സത്യമാണോ? ഇത് തീർച്ചയായിട്ടും ഇതൊരു സെമി ഫൈനലാണ്. അടുത്ത ഫൈനലിൽ വളരെ ഒരു മിനിമം 100 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരും. അതൊരു ചരിത്രമായിരിക്കും, ഒരു ചരിത്ര വിജയം. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ട്രെൻഡ് നിലമ്പൂരിലെ ജനങ്ങൾ ഷൗക്കത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ജനങ്ങൾക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഇവിടുത്തെ പിണറായി വിജയന് എതിരായിട്ടുള്ള വിധിയെഴുത്ത് ഈ ഇതോടുകൂടി നല്ല ഭൂരിപക്ഷത്തിന്, ഒരു മാക്സിമം ഒരു മിനിമം ഒരു 20,000-ലധികം വോട്ടിന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. മറ്റ് 2 ഘടകങ്ങളും കൂടി ഇവിടെയുണ്ട്, എം സ്വരാജും PV അൻവറും. ഈ 2 ഘടകങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ എം സ്വരാജിൻ്റെ വോട്ടാണ് PV അൻവർ വിളിക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ UDFൻ്റെ വോട്ടൊന്നും UDFന്ന് ഒരു വോട്ട് പോലും പോവില്ല. ഒരു വോട്ട് പോലും പോവില്ല. ഈ PV അൻവർ എന്നുള്ളൊരു ഘടകമായിട്ടെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഒരു ഘടകമായിട്ടും പരിഗണിക്കില്ല. അദ്ദേഹത്തിന് ഒരു 4,000 വോട്ട് കിട്ടും. അത് LDFൻ്റെ വോട്ട് വേണം, അല്ല UDFൻ്റെ വോട്ടല്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? ഒരു മിനിമം ഒരു 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിക്കും. ഓക്കെ, കാത്തിരുന്ന് കാണാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്.